പലപ്പോഴും നമ്മൾ ഗൾഫ് പ്രവാസമൊക്കെ മതിയാക്കിയിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നേരിടേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തുണ്ട് സമ്പാദ്യം എന്നുള്ളത്. എന്നാൽ പല തവണകളിലായിട്ട് നമ്മൾ ആലോചിക്കാറുണ്ട്, വല്ല നിക്ഷേപ പദ്ധതികളിലോ സമ്പാദ്യ പദ്ധതികളോ ഒക്കെ ചേരാമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മളെ ഉലയ്ക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് അത് സുരക്ഷിതമാണോ, എനിക്ക് കൃത്യസമയത്ത് ഞാൻ അടച്ചിട്ടുള്ള പൈസ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് 2024 ഫെബ്രുവരി വരെയുള്ള ഒരു കണക്കാണ്. ഏകദേശം 119 രാജ്യങ്ങളിൽ നിന്നായിട്ട് 2 ലക്ഷത്തോളം ആളുകളാണ് ഈ ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം നമ്മുടെ കേരള ഗവൺമെൻറ് നമുക്കായിട്ട് പ്രവാസികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള KSFE പ്രവാസി ചിട്ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അംഗങ്ങളായിട്ടുള്ളത്. 2400 കോടി ടേൺ ഓവറുള്ള പ്രവാസി ചിട്ടി ഇത്തവണ പ്രതീക്ഷിക്കുന്ന ലാഭം ഏകദേശം 100 കോടി രൂപയാണ്. ഇത് കുവൈത്തിലുള്ള പ്രവാസികളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുവൈത്തിൽ നമുക്കറിയാം മലയാളി പ്രവാസികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ KSFEയിൽ അംഗമാകാത്ത ആളുകളും അനവധിയുണ്ട്. പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വലിയ എമൗണ്ടൊക്കെ അടക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് തന്നെ 2500 രൂപ മുതൽ തവണകളായിട്ട് അടച്ച് രജിസ്റ്റർ ചെയ്തിട്ട് അംഗമാവാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തൊരു സംശയം വരുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. വളരെ ലളിതമായിട്ട് തന്നെ ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ലോകത്തിലെ ഏത് കോണിലാണെങ്കിലും നിങ്ങളുടെ മുറിയിൽ ഇരുന്നിട്ട് തന്നെ KSFE.Pravasi.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ KSFE പ്രവാസി ചിറ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് തവണകൾ അടക്കാം, ലേലത്തിൽ പങ്കെടുക്കാം. അങ്ങനെ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇനി നിക്ഷേപത്തോടൊപ്പം ഇൻഷുറൻസിൻ്റെ ഒരു സാധ്യത കൂടി നോക്കിയാൽ, എന്തെങ്കിലും അത്യാഹിതമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെ പരിരക്ഷ കിട്ടുന്ന ഒരു സാധ്യതയും ഈ KSFEക്ക് ഉണ്ട്. അപ്പോൾ നാടിൻ്റെ വികസനത്തിനൊപ്പം നമ്മുടെ സാമ്പത്തിക വികസനത്തിന് കൂടി വളരെ പെട്ടെന്ന് തന്നെ KSFEയിൽ അംഗമാവുക.